നെക്സ്റ്റ് ബൈനറി എക്സ്പൊണൻഷ്യൽ ആൽഗരിതം. നമുക്ക് a raised k മോഡുലസ് എന്നിൻ്റെ വാല്യൂ k വളരെ ലാർജ് ആകുമ്പോൾ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ ചെയ്തിരുന്നത് ഇൻറ്റിജർ aനെ k ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ മോഡുലസ് എന്നിലേക്ക് റെഡ്യൂസ് ചെയ്യുകയാണ്. ബട്ട് കെയുടെ വാല്യൂ വളരെ ലാർജ് ആകുമ്പോൾ ഈ പ്രോസസ്സ് വളരെ ലെങ്തിയും ഡിഫിക്കൽട്ടുമായിരിക്കും. കെയുടെ ബൈനറി എക്സ്പാൻഷൻ യൂസ് ചെയ്ത് നമുക്ക് a raised k മോഡുലസ് എന്നിൻ്റെ വാല്യൂ ഒന്നുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ഈ പ്രൊസീജിയറിനെയാണ് ബൈനറി എക്സ്പൊണൻഷ്യൽ ആൽഗരിതം എന്ന് വിളിക്കുന്നത്. ഈ മെത്തേഡിൽ എക്സ്പൊണൻ്റ് കെയുടെ ബൈനറി എക്സ്പാൻഷൻ ആദ്യം കണ്ടുപിടിക്കുന്നു. അതായത് k ഈക്വൽ ടു am, am-1 എക്സെട്ര a2, a1, a0 ടു ദി ബേസ് 2 ഈ ഫോമിലുള്ള എക്സ്പാൻഷൻ കണ്ടുപിടിക്കുന്നു. ദെൻ a raised 2 raised j മോഡുലോ എന്നിൻ്റെ വാല്യൂസ് കെയുടെ ബൈനറി എക്സ്പാൻഷനിലുള്ള വണ്ണുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2ൻ്റെ പവേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ ഈ പാർഷ്യൽ റിസൾട്ട്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുന്നു. ഈ മെത്തേഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് എക്സാമ്പിൾസിലൂടെ മനസ്സിലാക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, കമ്പ്യൂട്ട് ദി റിമൈൻഡർ വെൻ 3 raised 247 ഈസ് ഡിവൈഡഡ് ബൈ 25. 3 raised 247നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ കണ്ടുപിടിക്കുവാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എക്സ്പോണൻറ്റ് k ഈക്വൽ ടു 247, അത് കുറച്ച് ലാർജ് ആയിട്ടുള്ളൊരു നമ്പറാണ്. 3 raised 247 കണ്ടുപിടിച്ച് അതിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. സോ മുകളിൽ പറഞ്ഞ ആൽഗരിതം യൂസ് ചെയ്ത് നമുക്കിതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. ആദ്യം വേണ്ടത് എക്സ്പോണൻറ്റിനെ ബൈനറി ഫോമിൽ എക്സ്പ്രസ് ചെയ്യുക എന്നാണ്. അതിനുവേണ്ടി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡെസിമൽ ഫോമിലുള്ളൊരു നമ്പറിൻ്റെ ബൈനറി എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച മെത്തേഡ് യൂസ് ചെയ്യാം. ആദ്യം വേണ്ടത് 247നെ 2ൻ്റെ പവേഴ്സുകളുടെ സമ്മായിട്ട് എഴുതുന്നു. 247 ഈക്വൽ ടു 128 പ്ലസ് 64 പ്ലസ് 32 പ്ലസ് 16 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1, അതായത് വിച്ച് ഇസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 raised 7 പ്ലസ് 1 ഇൻറ്റു 2 raised 6 പ്ലസ് 1 ഇൻറ്റു 2 raised 5 പ്ലസ് 1 ഇൻറ്റു 2 raised 4 പ്ലസ് 0 ഇൻറ്റു 2 raised 3 പ്ലസ് 1 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു 2 raised 1 പ്ലസ് 1 ഇൻറ്റു 2 raised 0. സോ 247ൻ്റെ ബൈനറി എക്സ്പാൻഷൻ 111101 ടു ദി ബേസ് 2. ഇതാണ് 247ൻ്റെ ബൈനറി എക്സ്പാൻഷൻ. ദെൻ ഈ ബൈനറി എക്സ്പാൻഷനിലുള്ള വണ്ണുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2ൻ്റെ പവേഴ്സിനെ 3 raised 2j മോഡുലോ 25 കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം 3 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 9 മോഡുലോ 25. ദെൻ തിയറം 3യുടെ പാർട്ട് 3 അപ്ലൈ ചെയ്യുമ്പോൾ 3 raised 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 9 സ്ക്വയർ മോഡുലോ 25. 9 സ്ക്വയർ എന്നുള്ളത് 81 ആണ്. 81 മൈനസ് 6 75, അത് 25ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 81 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡുലോ 25. സോ 3 raised 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 81 മോഡുലോ 25 ആൻഡ് 81 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡുലോ 25. അതിൽ നിന്നും 3 raised 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡുലോ 25. ദെൻ തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 3 raised 8 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 സ്ക്വയർ മോഡുലോ 25. 6 സ്ക്വയർ 36 ആണ്. 36 മൈനസ് 11 25 ആയതുകൊണ്ട് 6 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 മോഡുലോ 25. അതിൽ നിന്നും 3 raised 8 ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 മോഡുലോ 25. ദെൻ തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 3 raised 16 ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 സ്ക്വയർ മോഡുലോ 25. 11 സ്ക്വയർ 121 ആണ്. 121 മൈനസ് 21 എന്നുള്ളത് 100, അത് 25ൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 11 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 21 മോഡുലോ 25. അതിൽ നിന്നും 3 raised 16 ഈസ് കോൺഗ്രുവൻറ്റ് ടു 21 മോഡുലോ 25. ദെൻ തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 3 raised 32 ഈസ് കോൺഗ്രുവൻറ്റ് ടു 21 സ്ക്വയർ മോഡുലോ 25. 21 സ്ക്വയർ 441 ആണ്. അതിൽ നിന്നും 16 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 425 കിട്ടും, അത് 25ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 21 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 16 മോഡുലോ 25. അതിൽ നിന്നും 3 raised 32 ഈസ് കോൺഗ്രുവൻറ്റ് ടു 16 മോഡുലോ 25. ദെൻ തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 3 raised 64 ഈസ് കോൺഗ്രുവൻറ്റ് ടു 16 സ്ക്വയർ മോഡുലോ 25. 16 സ്ക്വയർ 256 ആണ്. 256 മൈനസ് 6 ഈക്വൽ ടു 250, അത് 25ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 16 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡുലോ 25. അതിൽ നിന്നും 3 raised 64 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 മോഡുലോ 25. ദെൻ തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 3 raised 128 ഈസ് കോൺഗ്രുവൻറ്റ് ടു 6 സ്ക്വയർ മോഡുലോ 25. 6 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 മോഡുലോ 25 എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും 3 raised 128 ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 മോഡുലോ 25.
Then 3 raised to 247 equal to 3 raised to 128 plus 64 plus 32 plus 16 plus 4 plus 2 plus 1, which is equal to 3 raised to 128 into 3 raised to 64 into 3 raised to 32 into 3 raised to 16 into 3 raised to 4 into 3 square into 3 raised to 1. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 3 raised to 128 is congruent to 11 modulo 25. 3 raised to 64 is congruent to 6 modulo 25. 3 raised to 32 is congruent to 16 modulo 25. 3 raised to 16 is congruent to 21 modulo 25. 3 raised to 4 is congruent to 6 modulo 25. 3 square is congruent to 9 modulo 25. And 3 is congruent to 3 modulo 25. Then theorem 3 part 2 ന്റെ corollary apply ചെയ്യുമ്പോൾ 3 raised to 247 is congruent to 11 into 6 into 16 into 21 into 6 into 9 into 3 modulo 25. Then 6 into 16 96 ആണ്. 96 plus 4 100 ആയതുകൊണ്ട് 96 is congruent to minus 4 modulo 25. 6 into 9 54 ആണ്. 54 minus 4 25ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 54 is congruent to 4 modulo 25. അതായത് 6 into 9 is congruent to 4 modulo 25 and 21 is congruent to minus 4 modulo 25. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ 3 raised to 247 is congruent to 11 into minus 4 into minus 4 into 4 into 3 modulo 25. 11 into minus 4 എന്നുള്ളത് minus 44 ആണ്. minus 44 minus 6 equal to minus 50 ആയതുകൊണ്ട് അത് 25ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. 11 into minus 4 is congruent to 6 modulo 25. അതുപോലെ തന്നെ minus 4 into 4 എന്നുള്ളത് minus 16 ആണ്. minus 16 minus 9 എന്നുള്ളത് minus 25 ആണ്. അതിൽ നിന്നും minus 4 into 4 is congruent to 9 modulo 25. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ 3 raised to 247 is congruent to 6 into 9 into 3 modulo 25. Then 6 into 9 എന്നുള്ളത് 54 ആണ്. 54 is congruent to 4 modulo 25. അതിവിടെ യൂസ് ചെയ്യുമ്പോൾ 3 raised to 247 is congruent to 4 into 3 modulo 25. 4 into 3 12 ആയതുകൊണ്ട് which is congruent to 12 modulo 25. So 3 raised to 247 minus 12 എന്നുള്ളത് 25ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ്. അതായത് 3 raised to 247നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 12 ആണ്. അതാണ് ഈ പ്രോബ്ലത്തിൽ കണ്ടുപിടിക്കുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ബൈനറി എക്സ്പോണൻഷ്യൽ ആൽഗരിതം ടു ഇവാലുവേറ്റ് 5 raised to 110 മോഡുലോ 131. 5 raised to 110നെ 131 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ കണ്ടുപിടിക്കുവാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എക്സ്പോണൻഷ്യൽ k equal to 110. ആദ്യം ആ നമ്പറിൻ്റെ ബൈനറി എക്സ്പാൻഷൻ കണ്ടുപിടിക്കാം. നമുക്കറിയാം 110 equal to 64 plus 32 plus 8 plus 4 plus 2. അതായത് 110 equal to 1 into 2 raised to 6 plus 1 into 2 raised to 5 plus 0 into 2 raised to 4 plus 1 into 2 raised to 3 plus 1 into 2 square plus 1 into 2 raised to 1 plus 0 into 2 raised to 0. So 110ൻ്റെ ബൈനറി എക്സ്പാൻഷൻ 1101 to the base 2. ദെൻ ഈ ബൈനറി എക്സ്പാൻഷനിലുള്ള വണ്ണുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2ൻ്റെ പവേഴ്സിനെ 5 raised to 2j മോഡുലോ 131 കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കറിയാം 5 square is congruent to 25 മോഡുലോ 131. ദെൻ തിയറം 3യുടെ പാർട്ട് 3 അപ്ലൈ ചെയ്യുമ്പോൾ 5 raised to 4 is congruent to 25 square മോഡുലോ 131. 25 square equal to 625. 625 minus 101 equal to 524. അത് 131ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 25 square is congruent to 101 മോഡുലോ 131. അതായത് 5 raised to 4 is congruent to 101 മോഡുലോ 131. 101 131നോട് ഏകദേശം അടുത്തുള്ളൊരു നമ്പർ ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് നമ്പർ ചൂസ് ചെയ്യാവുന്നതാണ്. 101 minus minus 30 equal to 131 ആയതുകൊണ്ട് 101 is congruent to minus 30 മോഡുലോ 131. അതിൽ നിന്നും 5 raised to 4 is congruent to minus 30 മോഡുലോ 131. അവസാനം വരുന്ന കാൽക്കുലേഷൻസ് ഈസി ആക്കുവാൻ വേണ്ടിയിട്ടാണ് 101 വലിയൊരു നമ്പർ ആയതുകൊണ്ട് അതിന് പകരം നെഗറ്റീവ് നമ്പർ ചൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 5 raised to 8 is congruent to minus 30 square മോഡുലോ 131. അതായത് 5 raised to 8 is congruent to 30 square മോഡുലോ 131. ദെൻ 30 square minus 114 equal to 786. അത് 131ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 30 square is congruent to 114 മോഡുലോ 131.
Then 114 is congruent to minus 17 modulo 131. കാരണം 114 minus 17 എന്നുള്ളത് 131 ആണ്. സോ 5 raised to 8 is congruent to minus 17 modulo 131. Then തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 5 raised to 16 is congruent to minus 17 square modulo 131. അതായത് 5 raised to 16 is congruent to 17 square modulo 131. 17 square equal to 289. 289 minus 27 equal to 262. അത് 131 ഒരു മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 17 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 27 മോഡുലോ 131. അതിൽ നിന്നും 5 raised to 16 ഈസ് കോൺഗ്രുവൻറ്റ് ടു 27 മോഡുലോ 131. ദെൻ തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 5 raised to 32 ഈസ് കോൺഗ്രുവൻറ്റ് ടു 27 സ്ക്വയർ മോഡുലോ 131. 27 സ്ക്വയർ ഈക്വൽ ടു 729. 729 minus 74 equal to 655. അത് 131 ഒരു മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 27 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 74 മോഡുലോ 131. അതിൽ നിന്നും 5 raised to 32 ഈസ് കോൺഗ്രുവൻറ്റ് ടു 74 മോഡുലോ 131. ദെൻ തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 5 raised to 64 ഈസ് കോൺഗ്രുവൻറ്റ് ടു 74 സ്ക്വയർ മോഡുലോ 131. 74 സ്ക്വയർ ഈക്വൽ ടു 5476. 5476 minus 105 equal to 5371. അത് 131 ഒരു മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 5476 ഈസ് കോൺഗ്രുവൻറ്റ് ടു 105 മോഡുലോ 131. ദെൻ 105 മൈനസ് 26 എന്നുള്ളത് 131 ആണ്. അതിൽ നിന്നും 105 ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 26 മോഡുലോ 131. സോ 5 raised to 64 ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 26 മോഡുലോ 131. ദെൻ 5 raised to 110 equal to 5 raised to 64 plus 32 plus 8 plus 4 plus 2, which is equal to 5 raised to 64 into 5 raised to 32 into 5 raised to 8 into 5 raised to 4 into 5 square. ഇവിടെ 5 raised to 64 is congruent to minus 26 modulo 131. 5 raised to 32 is congruent to 74 modulo 131. 5 raised to 8 is congruent to minus 17 modulo 131. 5 raised to 4 is congruent to minus 30 modulo 131. And 5 square is congruent to 25 modulo 131. So theorem 3യുടെ പാർട്ട് 2ൻ്റെ കൊറോളറി അപ്ലൈ ചെയ്യുമ്പോൾ 5 raised to 110 is congruent to minus 26 into 74 into minus 17 into minus 30 into 25 modulo 131. Then minus 26 into 74 equal to minus 1924. Minus 1924 minus 41 equal to minus 1965. അത് 131 ഒരു മൾട്ടിപ്ലൈ ആയതുകൊണ്ട് minus 26 into 74 is congruent to 41 മോഡുലോ 131. അതുപോലെ minus 17 into minus 30 equal to 510. 510 minus 117 equal to 393. 393 131 ഒരു മൾട്ടിപ്ലൈ ആയതുകൊണ്ട് minus 17 into minus 30 is congruent to 117 മോഡുലോ 131. ഇത് രണ്ടും യൂസ് ചെയ്യുമ്പോൾ 5 raised to 110 ഈസ് കോൺഗ്രുവൻറ്റ് ടു 41 into 117 into 25 മോഡുലോ 131. ദെൻ 117 into 25 ഈക്വൽ ടു 2925. 2925 മൈനസ് 43 ഈക്വൽ ടു 2882. അത് 131 ഒരു മൾട്ടിപ്ലൈ ആണ്. So 117 into 25 is congruent to 43 modulo 131. അതിവിടെ യൂസ് ചെയ്യുമ്പോൾ 5 raised to 110 is congruent to 41 into 43 modulo 131. Now 41 into 43 equal to 1763. 1763 minus 60 equal to 1703. അത് 131 മൾട്ടിപ്ലൈ ആയതുകൊണ്ട് which is congruent to 60 modulo 131. So 5 raised to 110 is congruent to 60 modulo 131. അതാണ് നമ്മളോട് കണ്ടുപിടിക്കുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി റിമൈൻഡർ വെൻ 3 raised to 183 ഈസ് ഡിവൈഡഡ് ബൈ 17. 3 raised to 183നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ കണ്ടുപിടിക്കുവാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ എക്സ്പൊണൻഷ്യൽ k ഈക്വൽ ടു 183. നമുക്ക് ആദ്യം ഈ എക്സ്പൊണൻഷ്യലിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി 183നെ 2ൻ്റെ പവേഴ്സുകളുടെ സമ്മായിട്ട് എഴുതുന്നു. 183 ഈക്വൽ ടു 128 പ്ലസ് 32 പ്ലസ് 16 പ്ലസ് 4 പ്ലസ് 2 പ്ലസ് 1. അതായത് 183 ഈക്വൽ ടു 1 into 2 raised to 7 പ്ലസ് 0 into 2 raised to 6 പ്ലസ് 1 into 2 raised to 5
plus 1 into 2 raised to 4 plus 0 into 2 raised to 3 plus 1 into 2 square plus 1 into 2 raised to 1 plus 1 into 2 raised to 0. So അതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ 1 0 1 1 0 1 1 1 to the base 2. നമുക്കറിയാം 3 square is congruent to 9 modulo 17. So തിയറം 3യുടെ പാർട്ട് 3 അപ്ലൈ ചെയ്യുമ്പോൾ 3 raised to 4 is congruent to 9 square modulo 17. 9 square equal to 81. 81 plus 4 equal to 85. അത് 17ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 9 square is congruent to minus 4 modulo 17. അതിൽ നിന്നും 3 raised to 4 is congruent to minus 4 modulo 17. Then 3 raised to 8 is congruent to minus 4 square modulo 17. അതായത് 3 raised to 8 is congruent to 16 modulo 17. 16 plus 1 equal to 17 ആയതുകൊണ്ട് 16 is congruent to minus 1 modulo 17. അതിൽ നിന്നും 3 raised to 8 is congruent to minus 1 modulo 17. Then തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 3 raised to 16 is congruent to minus 1 square modulo 17. അതായത് 3 raised to 16 is congruent to 1 modulo 17. Then 3 raised to 32 is congruent to 1 square modulo 17. അതായത് 3 raised to 32 is congruent to 1 modulo 17. Similarly 3 raised to 64 is congruent to 1 modulo 17 and 3 raised to 128 is congruent to 1 modulo 17. Then 3 raised to 183 equal to 3 raised to 128 plus 32 plus 16 plus 4 plus 2 plus 1. അതായത് 3 raised to 183 equal to 3 raised to 128 into 3 raised to 32 into 3 raised to 16 into 3 raised to 4 into 3 square into 3 raised to 1. നമുക്കറിയാം 3 raised to 128 is congruent to 1 modulo 17. 3 raised to 32 is congruent to 1 modulo 17. 3 raised to 16 is congruent to 1 modulo 17. 3 raised to 4 is congruent to minus 4 modulo 17. 3 square is congruent to 9 modulo 17 and 3 raised to 1 is congruent to 3 modulo 17. So തിയറം 3യുടെ പാർട്ട് 2ൻ്റെ കൊറോളറി അപ്ലൈ ചെയ്യുമ്പോൾ 3 raised to 183 is congruent to 1 into 1 into 1 into minus 4 into 9 into 3 modulo 17 which is congruent to minus 4 into 9 into 3 modulo 17. നമുക്കറിയാം മൈനസ് 4 into 9 മൈനസ് 36 മൈനസ് 36 പ്ലസ് 2 മൈനസ് 34 അത് 17ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് മൈനസ് 4 into 9 ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 2 മോഡുലോ 17. അതിവിടെ യൂസ് ചെയ്യുമ്പോൾ 3 raised to 183 ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 2 into 3 മോഡുലോ 17. അതായത് 3 raised to 183 ഈസ് കോൺഗ്രുവൻറ്റ് ടു മൈനസ് 6 മോഡുലോ 17. നമുക്കറിയാം മൈനസ് 6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 മോഡുലോ 17. അത് യൂസ് ചെയ്യുമ്പോൾ 3 raised to 183 ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 മോഡുലോ 17. അതായത് 3 raised to 183നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ 11 ആണ്. ഇതാണ് ഈ പ്രോബ്ലത്തിൽ നമ്മളോട് കണ്ടുപിടിക്കുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യൂസ് ബൈനറി എക്സ്പൊണൻഷ്യൽ ആൽഗരിതം ടു കമ്പ്യൂട്ട് 19 raised to 53 മോഡുലോ 503. 19 raised to 53നെ 503 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിമൈൻഡർ കണ്ടുപിടിക്കുവാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടുത്തെ എക്സ്പൊണൻഷ്യൽ k = 53. നമുക്ക് ആദ്യം ആ എക്സ്പൊണൻഷ്യലിൻ്റെ ബൈനറി എക്സ്പാൻഷൻ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി 53നെ 2ൻ്റെ പവേഴ്സുകളുടെ സമ്മായിട്ട് എഴുതുന്നു. നമുക്കറിയാം 53 = 32 + 16 + 4 + 1. അതായത് 53 = 1 × 2 raised to 5 + 1 × 2 raised to 4 + 0 × 2 raised to 3 + 1 × 2 square + 0 × 2 raised to 1 + 1 × 2 raised to 0. So 53യുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ 1 1 0 1 0 1 to the base 2. നമുക്കറിയാം 19² ഈസ് കോൺഗ്രുവൻറ്റ് ടു 361 മോഡുലോ 503. സോ തിയറം 3യുടെ പാർട്ട് 3 അപ്ലൈ ചെയ്യുമ്പോൾ 19 raised to 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 361² മോഡുലോ 503. 361² = 13,321. 13,321 minus 44 = 13,277. അത് 503യുടെ ഒരു മൾട്ടിപ്പിൾ ആയതുകൊണ്ട് 361² ഈസ് കോൺഗ്രുവൻറ്റ് ടു 44 മോഡുലോ 503. അതിൽ നിന്നും 19 raised to 4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 44 മോഡുലോ 503. ദെൻ തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 19 raised to 8 ഈസ് കോൺഗ്രുവൻറ്റ് ടു 44² മോഡുലോ 503. 44² = 1936. 1936 minus 427 =
1509. അത് 503 ഒരു മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 44 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 427 മോഡുലോ 503. Then 427 ഈസ് കോൺഗ്രുവൻറ്റ് ടു -76 മോഡുലോ 503. അതിൽ നിന്നും 19⁸ ഈസ് കോൺഗ്രുവൻറ്റ് ടു -76 മോഡുലോ 503. ദെൻ തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 19⁻16 ഈസ് കോൺഗ്രുവൻറ്റ് ടു -76 സ്ക്വയർ മോഡുലോ 503. -76ൻ്റെ സ്ക്വയർ 5776. 5776 - 243 ഈക്വൽ ടു 5533. അത് 503യുടെ ഒരു മൾട്ടിപ്ലൈ ആയതുകൊണ്ട് -76 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 243 മോഡുലോ 503. ദെൻ തിയറം 3യുടെ പാർട്ട് 3 വീണ്ടും അപ്ലൈ ചെയ്യുമ്പോൾ 19⁻32 ഈസ് കോൺഗ്രുവൻറ്റ് ടു 243 സ്ക്വയർ മോഡുലോ 503. 243യുടെ സ്ക്വയർ 59,049. 59,049 - 198 ഈക്വൽ ടു 58,851. അത് 503യുടെ ഒരു മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 243 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 198 മോഡുലോ 503. ദെൻ 19⁻53 ഈക്വൽ ടു 19⁻32 + 16 + 4 + 1. അതായത് 19⁻53 ഈക്വൽ ടു 19⁻32 ഇൻറ്റു 19⁻16 ഇൻറ്റു 19⁻4 ഇൻറ്റു 19⁻1. നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 19⁻32 ഈസ് കോൺഗ്രുവൻറ്റ് ടു 198 മോഡുലോ 503. 19⁻16 ഈസ് കോൺഗ്രുവൻറ്റ് ടു 243 മോഡുലോ 503. 19⁻4 ഈസ് കോൺഗ്രുവൻറ്റ് ടു 44 മോഡുലോ 503. ആൻഡ് 19⁻1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 19 മോഡുലോ 503. സോ തിയറം 3യുടെ പാർട്ട് 2ൻ്റെ കൊറോളറി അപ്ലൈ ചെയ്യുമ്പോൾ 19⁻53 ഈസ് കോൺഗ്രുവൻറ്റ് ടു 198 ഇൻറ്റു 243 ഇൻറ്റു 44 ഇൻറ്റു 19 മോഡുലോ 503, which is congruent to 198 into 19 into 243 into 44 modulo 503. 198 into 19 equal to 3762. 3762 minus 241 equal to 3521. അത് 503 മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 198 into 19 is congruent to 241 modulo 503. അതുപോലെ 243 into 44 equal to 10,692. 10,692 minus 129 equal to 10,563. അത് 503 മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 243 into 44 is congruent to 129 modulo 503. ഇത് രണ്ടും യൂസ് ചെയ്യുമ്പോൾ 19⁻53 is congruent to 241 into 129 modulo 503. Then 241 into 129 equal to 31,089. 31,089 minus 406 equal to 30,683. അത് 503 മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 241 into 129 is congruent to 406 modulo 503. അതിൽ നിന്നും 19⁻53 is congruent to 406 modulo 503. ഇത് കണ്ടുപിടിക്കുവാനാണ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.